ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക വെച്ചൊരു റെസിപ്പിയാണ്. ഒരു സ്നാക്ക് ഐറ്റമാണ്. സ്നാക്സ് ആയിട്ടും ലഞ്ചിന് സൈഡ് ഡിഷ് ആയിട്ടും ഇത് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു 14 വെണ്ടക്ക എടുത്ത് 14-15 വെണ്ടക്ക ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. ഇത് മുറിച്ചിടേണ്ട വിധം വെച്ചാൽ ഈ മുന്നിലത്തെ സാധനം ഇതും ഈ വാൽഭാഗവും വെട്ടിക്കളയാനിട്ട് നീളത്തിൽ ഇതിങ്ങനെ പകുതിയാക്കുക. ആദ്യം ഇങ്ങനെ നൈസായിട്ട് മുറിക്കുക നീളത്തിൽ. കുറച്ച് വലിപ്പമുള്ള വെണ്ടയ്ക്കാണെങ്കിൽ നമുക്കിത് പകുതി മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിടാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇത് മുറിച്ചിടേണ്ട പണി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഈ വെണ്ടക്ക ഒക്കെ മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് കാണാം. നമ്മളെ വെണ്ടക്കയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തണ്ടേന്ന് നോക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത്. പിന്നെ വേണ്ടത് ഇത് കടലമാവാണ്. കടലമാവ് 2 ടേബിൾ സ്പൂണ്. പിന്നെ അരിപ്പൊടി അതുപോലെ തന്നെ 2 ടീസ്പൂൺ എടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. വെള്ളം കുറയൊന്നും ഒഴിക്കരുത്, ഇങ്ങനെ കുടയാൻ പാടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ അരിപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ ഇടാം. അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
ഇതെല്ലാം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ താളിച്ച് കൊടുക്കാം. കുറേ ഒന്നും ഒഴിക്കേണ്ട, കുറച്ച് മതി. കുഴച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം. ഇത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഓയിൽ ചൂടായി വരട്ടെ. നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇവിടെ പൊക്കുവടൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഇങ്ങനെ ഉള്ളിട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ക്രിസ്പിനെസ് ഉണ്ടാവുക. സ്നാക്സായിട്ടും ഉപയോഗിക്കാം, പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ടും കഴിക്കാം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ വെണ്ടക്ക എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.